ഇങ്ങനെയൊരു സമരത്തിന് വിദ്യാർത്ഥികളെ ഇങ്ങനെ കാവലിരുത്തേണ്ട പുറത്തിരുത്തേണ്ട അവസ്ഥയുണ്ടാക്കിയത് നിങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സമരം ചെയ്യേണ്ട അവസ്ഥ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. താഴേക്കിടയിലുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികൾ അവർ വളരെ ബുദ്ധിമുട്ടി, അവരുടെ കുടുംബക്കാർ, രക്ഷിതാക്കൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കലാലയങ്ങളിലോട്ട് പറഞ്ഞുവിടുന്നത്. നമുക്കറിയാം, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞു, വിദ്യാർത്ഥികളെ നിങ്ങൾ സ്വപ്നം കാണണമെന്ന് പറഞ്ഞ് അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കലാലയങ്ങളിലോട്ട് ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കലാലയങ്ങളിലോട്ട് വിദ്യാർത്ഥികൾ കയറി ചെല്ലുന്നത്. നമുക്കറിയാം, JNU പോലെയുള്ള കേന്ദ്ര സർവകലാശാലയിലോട്ട്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പല വിദ്യാർത്ഥികളും സ്വപ്നവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യ എന്നൊരു അഭ്യാസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ സ്വപ്നത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ കലാലയത്തിലോട്ട് കയറി വരുന്നത്. എന്തിന്റെ പേരിലാണ് രോഹിത്തുവിനെ മരിച്ചത് 21ാം നൂറ്റാണ്ടിൽ? വിദ്യ നിഷേധിക്കുന്നതിന്റെ ഭാഗമായി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി രോഹിത്തിനോട് കാട്ടിയ അനാദരവും ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മുത്തുകൃഷ്ണൻ, അതുപോലെ നജീബ്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ നൂറ്റാണ്ടിൽ ആത്മഹത്യയും കാണാതെ